ഈ ചങ്ങായിമാരൊക്കെ ഇപ്പം എവിടെ പോയി കിടക്കുകയാണ്? ഞാനല്ലോ ഞാൻ പോവാ. നിങ്ങളെ തേങ്ങ അത് 8 മണിക്ക് വരാന്ന് പറഞ്ഞതാ. ഞാൻ പോവാ. അയ്യ ഓണത്തിന് മുമ്പുള്ള അവസാനത്തെ ഞായറാഴ്ച ഇത് ഇന്നും കൂടി തീർത്തല്ലേ ഇപ്പം ഇനിയിപ്പോൾ എന്നത് തീരുക. ഇന്ന് ഈ നാട്ടിൽ എല്ലാ വീട്ടിലും എത്തണം, എന്നാലേ ഉള്ളൂ ഈ ഓണാഘോഷം കളറാക്കാൻ പറ്റുള്ളൂ. പ്രാവശ്യം എടാ ഞാൻ എൻ്റെ ഫോണ് കുത്തി വെച്ചാണ്. അയ്യോ ഓരോന്ന് വിളിച്ചോക്കെ. പൊന്നാര ചങ്ങന്മാരെ എല്ലാവരും ഒന്ന് വേഗം വരികയായി. ഗ്രൂപ്പിലിരുന്ന് ഇങ്ങനെ തള്ളിയാലൊന്നും പരിപാടി നടക്കൂല. ഇന്നൊരു ഞായറാഴ്ച കൂടി ഇതിന് കിട്ടുള്ളൂ. ഇന്ന് ഇതൊക്കെ പിരിച്ചുണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ പരിപാടി കൊളാവട്ടില്ലേ? എവിടെ ചെങ്ങന്മാരെ? രാവിലെ 8 മണിക്ക് വരാൻ പോയതല്ല ഇന്നലെ. നേരെ 9-9:30 മണി. ഇത് തീർക്കണ്ടേ നമുക്ക്? സമയം കളയണ്ട, നമുക്ക് വേഗം നോക്കുക. നമുക്ക് ഉള്ളവർക്ക് തുടങ്ങാം. ബാക്കിയുള്ളവർ വരുമ്പോ നിക്ക് ഞങ്ങളേ ഓണാഘോഷത്തിന്റെ പിരിവില്ല. അതിക്ക് എന്തെങ്കിലും കാര്യമായിട്ട് സംഭാവന പ്രാവശ്യം പരിപാടി നമുക്ക് ഉഷാറാക്കണ്ടേ? അപ്പൊ നിങ്ങൾ പറ്റുന്ന പോലെ എന്താ വെച്ചാൽ ഞങ്ങളോട് സഹകരിച്ച്. ഓക്കെ, എങ്ങോട്ടാപ്പാ? സമയം ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പം കൂടിക്കോളി. കൂടാ ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ പരിപാടി? ഞങ്ങൾ ഈ ക്ലബിന്റെ ഓണാഘോഷത്തിന്റെ പിരിവിന് ഇറങ്ങിയതാണ്. അപ്പോൾ തുടക്കം വിടുന്നതാണ്, കൈനീട്ടം മോശമാക്കണ്ട. ഒരു മിനിറ്റ്. കൈനീട്ടം മോശമാവണ്ട, പരിപാടി ഉഷാറാവട്ടെ. ഇതുപോലെ എല്ലാവരും ഇപ്രാവശ്യം ഓണപരിപാടി ഗംഭീരാവട്ടെ. സംഗതി വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആളുകൾ സഹകരിക്കണ്ടിട്ടില്ലേ? അപ്പോൾ പെട്ടെന്ന് തീർക്കുകയാണെങ്കിൽ നമുക്കൊക്കെ നമ്മളെ വഴിക്ക് പോവാം. ഇവിടെ പോരി അവിടെ കുറെ നടക്കാനുണ്ട്. എന്താ ഈ അടുത്ത കുറെ നടക്കാണ്ട് ഇനി ഒരു ഞായറാഴ്ച കേപ്പം കൂടി ഉള്ളൂ. ഫണ്ട് കളക്ഷൻ ആവണ്ടേ? നടന്നേ മതിയാവൂ. ഇന്നത് തീർക്കണേ, ഇന്നും കൂടി ഉള്ളപ്പോ ഒരു ഒഴിവ്. നമുക്ക് കുറച്ച് വീടുകളെ കൂടി കവർ ചെയ്യാനുള്ളൂ. അതിന് കവർ ചെയ്തിട്ട് എന്ത് കിട്ടണം? അതെ, ഫാറൂഖാക്ക, ഞങ്ങളേ ഓണാഘോഷത്തിന്റെ പിരിവിനൊന്നാണ് ക്ലബിന്റെ. അപ്പോൾ പരിപാടിയിലൊക്കെ പങ്കെടുക്കുക, സംഭാവനയൊക്കെ തന്ന് വിജയിപ്പിക്കുക. ദേശീയ ഉത്സവമാണ് കേരളത്തിലെ. അതെ, തീർച്ചയായിട്ടും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് നമ്മളെ കടമയാണ്. ഞങ്ങൾ ഓണാഘോഷത്തിന്റെ പിരിവിനൊന്നാണ്. അതിക്ക് എന്തെങ്കിലും സംഭാവന തരും. പരിപാടി നമുക്ക് ഉഷാറാക്കണ്ടേ? ശരി, ഓക്കെ. പരിപാടിക്കൊക്കെ ഇറങ്ങി കാണാം. എല്ലാവരും ഉണ്ടല്ലോ. എന്താ എല്ലാവരും കൂടി? നമ്മളെ ഓണാഘോഷമൊക്കെ നടത്തില്ലേ? ഞങ്ങൾ അതിന്റെ പിരിവിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ. ശരിയാണ്. എല്ലാവരും ഇവിടെ കാണുക. ഇപ്പൊ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. എന്താ ചെയ്യുക, എല്ലാവരും പണിത്തിരക്കില്ലല്ലേ? വരുമ്പോ വൈകുന്നേരം എല്ലാ പരിപാടിയും നടക്കണല്ലോ, എല്ലാ കാര്യങ്ങളും വേണ്ടേ? അതന്നെ. അതെ അതെ അതെ. പിന്നെ ഇപ്പൊ ആകെ കിട്ടുന്ന ഒരു ഞായറാഴ്ച, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തുന്നില്ല. എന്നാൽ നമ്മളെ വകര 50 റുപ്യ എഴുതിക്കോളി. പരിപാടികളൊക്കെ നടക്കട്ടെ, കാര്യങ്ങളൊക്കെ ഉഷാറായിക്കോട്ടെ. നിങ്ങളെയൊക്കെ ഒന്ന് ഇപ്പം നമ്മളൊരു 500 പ്രതീക്ഷിച്ചിരുന്നത്. എടാ 500 1000 ഒക്കെ തരണമെന്നുണ്ടേ. നമ്മളെ നാട്ടുപുറത്തെ കച്ചവടമല്ലേ, നിങ്ങൾക്ക് അറിയുന്ന വിഷയങ്ങളല്ലേ ഇവിടുത്തെ ഓരോ അവസ്ഥകളും കാര്യങ്ങളൊക്കെ. എടാ എന്താ ഇപ്പോൾ ചെയ്യണു? നിങ്ങളൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ ഇപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങും. അതിപ്പോൾ കാലം പെടുന്ന ചെരുപ്പായാലും ശരി, തലവാരുന്ന ചീർപ്പായാലും ശരി, ഇപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ ഈ വക സാധനങ്ങളൊക്കെ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങും. 1 കിലോ തക്കാളി വാങ്ങാൻ 2 റുപ്യേൻ്റെ ലാഭം നോക്കിക്കാണ്ട് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലും പോകും.
പിന്നെ ഇതേപോലുള്ള വല്ല ആഘോഷങ്ങൾക്കും അല്ലെങ്കിൽ ഓണാഘോഷത്തിൻ്റെ പിരിവിനൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കച്ചവടക്കാരടുത്തേക്കും വരും. അല്ലെങ്കിൽ നമ്മളെ സങ്കടം പറഞ്ഞ് തീരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും കരുതരുത്. കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി നമ്മൾ സഹകരിക്കും നിങ്ങളോട്. ഓക്കെ, ഏതായാലും ഇപ്പോൾ ഇതും കൂടി ആയിക്ക് വെച്ചോളി. നമ്മളെപ്പോലുള്ള കച്ചവടക്കാർക്ക് എന്തെങ്കിലുമൊക്കെ മെച്ചമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നാട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ടാവും. ആ ശരി എന്നാ നാസറാക്കാനൊരു പോലെ ഹൈ, സകല മൂടും പോയി. സംഭാവന തരാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോലെ. ഈ പറഞ്ഞ കാര്യമില്ല, അവിടെ കയറണ്ടേന്നില്ല. അതെ, നമ്മളൊക്കെ കിട്ടുന്നതൊക്കെ ഓൺലൈനിൽ നിന്ന് കിട്ടുന്നതൊക്കെ അവിടുന്ന് വാങ്ങും. പലചരക്കും പച്ചക്കറിയൊക്കെ നമ്മൾ അങ്ങാടിയിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടും വാങ്ങും. നാട്ടിലത്തെ കച്ചവടക്കാരെ കാര്യം കഷ്ടം തന്നെയാണ്. മൂപ്പരെ ഭാഗത്ത് നിന്ന് ആലോചിച്ചാൽ മൂപ്പര് പറഞ്ഞത് ശരി തന്നെയാണ്. ഞങ്ങളെ ഓണാഘോഷത്തിൻ്റെ പിരിവിന് ഒന്നാണ്. ബൈക്ക് വല്ലതൊന്ന് ഉണ്ടെങ്കിൽ ഓണപരിപാടി നടത്തുന്നുണ്ട്. പരിപാടി നമുക്ക് സാധാരണ ഓണപരിപാടികളൊക്കെ ഉണ്ട്. എല്ലാവരും പങ്കെടുത്ത് വിജയിപ്പിക്കും. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭാവന വേണം. എന്തെങ്കിലും സംഭാവനയായിട്ട് അല്ല ബാബുട്ടാ, കുറേ ദിവസമായി നിങ്ങളെ കണ്ടിട്ട്. നാട്ടിലുണ്ടായിരുന്നില്ലേ? ഞാൻ അത് കൂടെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകാനാ. നിങ്ങളെന്താ എല്ലാവരും പാടി ഈ ബൈക്ക്? ഞങ്ങളെ ഓണാഘോഷത്തിൻ്റെ പിരിവിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. അല്ല ബാബോട്ട്, നിങ്ങളെന്നാ വർക്ക് സൈറ്റിൽ എന്തോന്ന് വീണുന്നോ പരിക്ക് പറ്റിയെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് സുഖമായോ? നിങ്ങൾ കയറിയിരിക്കേ. അല്ല, എന്നിട്ട് അന്ന് പറ്റിയത് എന്നിട്ട് സുഖമായില്ലേ? സുഖാല് വെച്ചാൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അവിടുന്ന് അങ്ങോട്ടത്തെ സൈറ്റിൽ നിന്ന് പോകണതല്ലേ, ഷോളർ കുത്തിയിട്ടാണ് പോകണത്. ഷോളർ ഇപ്പോൾ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റാത്ത പോലാണ്. പണിക്ക് പോകാൻ പറ്റൂല. അല്ല ബാബോട്ടാ, എന്നിട്ട് നിങ്ങളിപ്പോൾ സുഖമില്ലാതെ 2 മാസത്തോളം ഇവിടെ ഇരിക്കുന്നു. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? വിവരങ്ങൾ അറിഞ്ഞിട്ട് നാസറോടെ ഒരു ദിവസം വന്നിരുന്നു. എന്താ നാസറായി ബൈക്ക്? ഞാനേ ബാബു ഇരിക്കേ, പിന്നെ നമ്മളെ റഫീഖിൻ്റെ കുട്ടികളെ കുറച്ച് സാധനങ്ങൾ അവിടെ പെരയിൽ കൊടുക്കാൻ വേണ്ടി കണ്ട് പോയതാണ്. ഓല് നമ്മളെ മൊബൈലിൽ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കൊടുത്തുകാണ്ട് ഇങ്ങനെ വരുന്ന വെച്ചാൽ സാധനം അവിടെ കൊടുത്തുകാണ്ട് പോരാണ് ഇപ്പോൾ. അല്ല ബാബു, ഇതിപ്പോൾ 3-4 ദിവസമായില്ലേ പണിക്ക് പോയിട്ട്? വൈകുന്നേരം ആകുമ്പോൾ പറഞ്ഞാൽ കടിക്കും കാണില്ല. എന്തിപ്പോൾ ഞാൻ ഈ ബൈക്ക് ഇങ്ങനെ പോയപ്പോൾ എന്നെ കണ്ടപ്പോഴേ ഒന്ന് ചോദിച്ചാൽ നീതി കണ്ടത്. അതും കൂടി അന്വേഷിച്ചാൽ നീതി കണ്ട് കയറിയതാ. ഞാനേ കയ്യിൻ്റെ വേദന മാറിയിരുന്നു. എന്നിട്ട് 2 ദിവസം പണിക്ക് പോയി. അപ്പോൾ ഇന്നലെ പിന്നെയും വേദന ആയി തന്നെ. എന്നിട്ട് ഇപ്പം ഇന്നലെ ഡോക്ടറെ കാണിച്ചു. നല്ല വേദനയാണല്ലേ ഇപ്പോൾ? അല്ല, എന്നിട്ട് ഇപ്പോൾ അന്ന് കാണിച്ചിരുന്ന ഡോക്ടറെ തന്നെ ലഭിച്ച് എന്നിട്ട് കാണിച്ചേ? അയാളെ തന്നെ കാണിച്ചത്. ഒരു 3 ദിവസത്തെ മരുന്ന് എഴുതി. കുറവില്ലെങ്കിൽ MRI എടുക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോൾ വേദനക്ക് കുറവൊന്നുമില്ല? വേദന കുറവാണ്, കൈ ഇത്ര പൊങ്ങുള്ളൂ. അല്ല, എന്നാൽ പിന്നെ അത് വല്ലാതെ വെക്കിച്ചാൽ നിൽക്കണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വല്ലാതെ പൊന്തൂലല്ലേ? ഇത്രേ പൊന്തുള്ളൂ. പണിക്കോണെങ്കിലൊക്കെ ബുദ്ധിമുട്ട് നല്ല പ്രശ്നം തന്നെ കാരല്ലേ? പിന്നെ ഒരു കാര്യം ചെയ്യും, അത് പിന്നെ വല്ലാതെ വെക്കിച്ചാൽ നിൽക്കണ്ട. അത് എക്സ്റേ എടുക്കാൻ പറയാം. എന്താണ് MRI എന്താ പറഞ്ഞേ? MRI ആദ്യം എക്സ്റേ എടുത്തുകൊള്ളൂല്ലേ മുമ്പ്? ഇപ്പം MRI എടുക്കാൻ പറഞ്ഞു തന്നിട്ട് തന്നെ. പിന്നെ വൈകിച്ചിട്ടുണ്ടെന്നാ നമുക്ക് അതിൽ പെട്ടെന്ന് ചെയ്യാൻ നോക്കാം അല്ലേ? 2-3 ദിവസം കഴിഞ്ഞിട്ട് MRI എടുക്കാന്നാ വിചാരിച്ചത്. അതെ, ഇജിപ്പോൾ പണിക്ക് പോയിട്ട് ഇപ്പോൾ 2-3-4 ആഴ്ച ആയില്ലേ? പിന്നെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം പോയപ്പോൾ പിന്നെ വേദന അളകിയല്ലേ? ബാബു, ഇതിപ്പോൾ MRI എടുക്കാനും ആശുപത്രി പോക്കൊക്കെ വളരെ നല്ലൊരു പൈസ വരും. അപ്പോൾ ഈ പൈസക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മോട് പറയണം കേട്ടോ. അത് ചോദിച്ചാലൊന്നും മടിച്ചത് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മോട് ചോദിക്കൊള്ളൂ കേട്ടോ. ബാബു, ഞാൻ കടയിലേ ആളില്ലാത്തതാണ്, അതവിടെ തുറന്ന് കിടക്കല്ലേ. ഞാനെന്നാൽ ആണ്ട് പോട്ടോ. എന്നായിക്കോട്ടെ. ബാബു, ഇത് എൻ്റെ പെരീക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ കുട്ടികളെ പറഞ്ഞയച്ചാൽ അവിടെ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് കേട്ടോ. അതിനൊന്നും ഇനി മടിച്ചാൽ നിൽക്കരുത്. എന്താ ആവശ്യമില്ല വെച്ചാൽ കുട്ടികളെ പറഞ്ഞയച്ചാൽ മതി. ഇപ്പം തന്നെ ഞാൻ കടയിൽ കുറേ പൈസ തരാണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ഇപ്പോൾ വിഷയമാക്കണ്ട. കുട്ടി ഇവിടേക്ക് ഇതിപ്പോൾ എനിക്ക് സുഖമില്ലാതെ എഴുതിങ്ങാണ്ട് ഇപ്പോൾ ഈ വയസ്സായ അച്ഛനെയും അമ്മനെയും ഇവിടെ കുട്ടികളെ മക്കളെയും പട്ടിണിയാക്കാൻ പറ്റില്ലല്ലോ. ജോലെ കുട്ടികൾ എനിക്ക് എന്താ ഇവിടേക്ക് എന്താ ആവശ്യം വെച്ച് കഴിഞ്ഞാൽ അത് കുട്ടികളെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ അവിടെ നിന്ന് കൊണ്ടുവച്ചുകൊണ്ട് കേട്ടോ. എന്നാലിപ്പോൾ അതൊരു അതിലൊന്നും ഒരു എന്നാലും ഇല്ല. അതിലൊന്നും ഒരു എന്നാലും ഇല്ല കേട്ടോ. നാസറേച്ച ഉടനെ ഒന്നും പണിക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബാബു, അതൊന്നും ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടണത്തല്ലല്ലോ അതിൻ്റെ കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെ പടച്ചോൻ്റെ അടുത്ത് കിടക്കുന്ന കാര്യങ്ങളല്ലേ? എന്നാലും ഒരുപാട് പൈസ എനിക്ക് തരാമല്ലേ? അതൊന്നും ഒരു വിഷയമാക്കണ്ട. അതൊന്നും ആലോചിച്ചൊരു ഇടങ്ങാറും ആക്കണ്ട. ദിവസം അന്നന്ന് പണിയെടുത്തും കണ്ട് ദിവസം കൂലി
രണ്ടറ്റം മുടിച്ചാൽ നമുക്ക് അതിൻ്റെ ഒക്കെ ശരിയാവും ഒക്കെ ശരിയാവും ഒന്നും ചെറിയ വിഷയമാക്കണ്ട നിങ്ങൾ ആ കാര്യത്തിലൊന്നും ചടങ്ങാറാവണ്ട കേട്ടോ. ബാബുവോ ഞാൻ നാളെ കടിക്ക് കിടക്കട്ടെ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട. പെരീക്ക് വരേണ്ട സാധനങ്ങൾ എന്താ വേണ്ട വെച്ചാൽ കുട്ടികളെ പറഞ്ഞാൽ കണ്ട് അവിടെ നിന്ന് കൊണ്ടിച്ചോളൂ കേട്ടോ. അതേമാതിരിക്ക് ആ എക്സ്റേ എടുക്കേണ്ട കാര്യം അതിനൊക്കെ നല്ല പൈസ വരുന്ന ചിലവ് വരുന്ന കാര്യമാണ്. അതിന് എന്ത് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മടിച്ചത് കേട്ടോ. ഞാൻ നടക്കട്ടെ കടിക്ക്. ശരി എന്നാൽ ശരി. അന്ന് മുതൽ നാസറിൻ്റെ കടയിൽ നിന്ന് സാധനം കൂട്ടുന്നതുകൊണ്ട് കുട്ടികൾ പട്ടി കിടക്കാതെ കഴിച്ചു. ഇനിയിപ്പോൾ ഈ എടുക്കണ പണി ഇഞ്ഞ കൂടി ഇനി എടുക്കാൻ പറ്റും തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും ഒരു പണി എന്തെങ്കിലും കണ്ടുപിടിച്ചണം. എല്ലാപ്പോൾ നടക്കൂല. അപ്പോൾ ഒക്കെ ശരിയാകും ബാബു ഏട്ടാ. ഞങ്ങളെന്താ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ? എല്ലാവർക്കും ഓരോ തിരക്കല്ലേ. ഞാൻ ഈ ക്ലബ്ബും ഓണവും നാട്ടുകാരുടെ കാര്യത്തിന് വേണ്ടി ഓടി നടന്നിരുന്ന ആളാണ്. പെണ്ണുങ്ങളും കുട്ടികളായപ്പോൾ ഒന്നിനും നേരം കിട്ടാതെ ആയി. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ അതേമാതിരി ആകും. അടുത്തൊരു തലമുറ വേണം ഇതിനൊക്കെ വരാൻ. എന്നാലും ഞങ്ങൾ തുടങ്ങി വെച്ച പരിപാടികളൊക്കെ നിങ്ങൾ നടത്തുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. നന്മയുള്ള നാട്ടിൽ നല്ല പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ടാകും ബാബു ഏട്ടാ. ഇനിയിപ്പോൾ ഞങ്ങൾ പുറകെ വരുന്ന തലമുറ അതൊക്കെ ഏറ്റെടുക്കും. ഒരു നല്ല ഭംഗിയായിട്ട് ഇത് കൊണ്ടു നടക്കും. അത് ശരിയാണ് ശരി. ഇന്നിപ്പോൾ നിങ്ങൾക്കൊന്നും തരാനല്ലോ കയ്യിൽ ഇഞ്ചൊക്കെ. ആ ഒരു സങ്കടം മാത്രമേ ചെയ്യൂ. അതൊന്നും സാരല്ല ബാബു ഏട്ടാ. ആദ്യം അസുഖങ്ങളൊക്കെ മാറട്ടെ, ഒക്കെ ശരിയാവും. പിന്നെ ഈ അവസ്ഥയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വല്ല പണിയുണ്ടെങ്കിൽ പറയണു നിങ്ങൾ. അതെ അത് ഞങ്ങളൊന്ന് നോക്കട്ടെ. ഞങ്ങൾക്ക് ഒക്കെ ശരിയാക്കി തരാം അല്ലേ? ഞങ്ങളത് ശരിയാക്കി തരാം. നിങ്ങളെ ഉത്രാടത്തിൻ്റെ അന്ന് കുട്ടികളെയും കൂട്ടി നമ്മളെ പരിപാടിക്ക് വരാൻ മറക്കണ്ട. പരിപാടികൾ മുടക്കണ്ട. ഞാൻ പോട്ടെ. ശരി. നമ്മുടെ ബാബുട്ടൻ്റെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണല്ലോ. ബാബുവേട്ടൻ അന്ന് പണിസ്ഥലത്ത് വീട് എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വലിയ പരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പരിക്കാണ്. അത് നമ്മളന്ന് തന്നെ ഒന്ന് അന്വേഷിക്കേണ്ടതായിരുന്നു. നമ്മളത് ചെയ്തില്ല കേട്ടോ. നമ്മളതൊരു പോരായ്മയാണ്. എന്തായാലും നമ്മൾ അറിഞ്ഞ സ്ഥിതിക്ക് നമ്മളതിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യണം. നമുക്കൊരു കാര്യം ചെയ്യാം. ഏതായാലും ഓണാഘോഷ പരിപാടി കഴിയട്ടെ, എന്നിട്ട് നമുക്ക് അതിനൊരു തീരുമാനം എടുക്കാം. നടന്ന് ക്ഷീണിച്ചു. യാത്രക്കാരൻ്റെ അടിയിൽ നിന്ന് ഒരു വെള്ളം കുടിക്കട്ടില്ലേ? ഞാനിപ്പോൾ അത് പറയാൻ നിൽക്കുന്നതായിരുന്നു. എന്നാ എല്ലാവരും വരി, നമുക്കൊരു വെള്ളം കുടിച്ചിട്ട് പോകാം. നാസർക്കാ ഒരു കുപ്പി തണുപ്പില്ലാത്ത വെള്ളം എടുത്തോളെ. അതിലിപ്പോൾ നിലവിൽ എത്ര ആയിക്കൂടെ നമുക്ക് കൂട്ടി വെക്കാം. പൈസ തന്നതും കിട്ടാലത് രണ്ടും വേറെ വേറെ കൂട്ടി. ഒരു കുപ്പി വെള്ളം എടുത്തോളി. ചെറിയ തണുപ്പ് മതി. പിരിവ് നടക്കണു. നാസറക്ക നമ്മളെ ബാബുവേട്ടൻ്റെ പേരയിൽ പോയിരുന്നു. മൂപ്പരെ കാര്യം കുറച്ച് കഷ്ടമാണല്ലേ. കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാണെന്ന് പറഞ്ഞു മൂപ്പര്. എന്താ ചെയ്യണു? മനുഷ്യന്മാരെ ഒരു അവസ്ഥയല്ലേ. ഓൻ്റെ ഒരു അവസ്ഥ ഇപ്പം അങ്ങനെ ആയിപ്പോയി. ബാബുട്ടൻ പറഞ്ഞു ഇപ്പോൾ മൂപ്പർക്ക് പറ്റിയ എന്തെങ്കിലും പണി ഉണ്ടോ നമ്മളൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞതാണ്. എന്തെങ്കിലും പറ്റിയ പണി ഉണ്ടോ നമ്മളൊന്ന് ശരിയായി കൊടുക്കും. അപ്പം നമ്മൾ നാട്ടുകാരെല്ലാവരെ കൊണ്ട് അവരാനെ കൊണ്ട് പറ്റുന്ന മാതിരി എന്തെങ്കിലും ഒരു ജോലി ഓന് ശരിയാക്കി കൊടുക്കാൻ പറ്റുമോ നോക്കി എല്ലാവരും കൂടെ കൂടി ആലോചിച്ചിട്ട് എന്തെങ്കിലും ഓന് പറ്റുന്ന ഒരു ജോലി. വീട്ടുകാര്യങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾ പട്ടിണി കിടക്കണില്ല എന്നാണ് പറഞ്ഞത്. അതെന്തായാലും നന്നായി. നമ്മളാരും അത് അറിഞ്ഞതുമില്ല. അതെ അതൊക്കെ ഇപ്പോൾ നമ്മളെ കടമയാണ്. ഓനൊക്കെ ഇപ്പോൾ ഓൻ്റെ വീട്ടാവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് കടയിൽ നിന്നല്ലേ കൊണ്ടുപോയിരുന്നത്. അങ്ങനെയുള്ള കുടുംബങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകൽ കമ്മി വരുമ്പോൾ നമുക്കറിയും അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത്. ഇന്നിപ്പോൾ എല്ലാവരും സൂപ്പർ മാർക്കറ്റിൽ പോയി കണ്ട് സാധനങ്ങൾ വാങ്ങുകൊണ്ട് ഈ വിവരങ്ങളൊന്നും ഇപ്പോൾ ആരും അറിയണമില്ല. കച്ചവടം കുറവാകുമ്പോഴാണല്ലോ ഈ വക കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത്. സൂപ്പർ മാർക്കറ്റുകാരാണെങ്കിൽ ഇപ്പോൾ നിങ്ങളാരും അന്വേഷിച്ച് ചെന്നില്ല എന്നുണ്ടെങ്കിൽ പോലും വരാനൊന്നും പോകണില്ല. അവിടെ ഇപ്പോൾ കച്ചവടം കുറവാകുന്ന സമയത്ത് എന്തെങ്കിലും പഞ്ചാരക്കും ഇതിനൊക്കെ ഓരോന്ന് ഓഫർ ഇടും. നിങ്ങളെപ്പോലെ സാധാരണക്കാർ അയിമ പോയി ഇങ്ങോട്ട് കൊത്തുകയും ചെയ്യും. അയിമൊക്കെ ഇപ്പോൾ ഇടങ്ങാറാവണേ നമ്മളെപ്പോലെ സാധാരണക്കാരെ കച്ചവടക്കാരല്ലേ. ബാബു ഇപ്പം എന്തെങ്കിലും പണിയെടുത്ത് കുടിക്ക് കൊണ്ടുവരാനാവണവരെ ഓൻ്റെ കുട്ടികളും കുടിക്കാരൊന്നും പട്ടിണി നടക്കാൻ പാടില്ല. അതിനിപ്പോൾ നമ്മളെ കൊണ്ട് കറ്റണം എന്താ വെച്ചാൽ ഞാൻ ഇവിടുന്ന് ചെയ്തു കൊടുക്കും. നമുക്കിപ്പോൾ പിന്നെ നിലവിൽ പൈസ കിട്ടിയത് നമുക്കിപ്പോൾ 18,650 റുപ്യാണ്. ഇനി പിന്നെ എഴുതിച്ചിക്കണോ? ആ എഴുതിച്ചത് 9,200 റുപ്യ എഴുതിക്കും ചെയ്തിരിക്കണം. അപ്പോൾ രണ്ടും കൂടി 27,850 റുപ്യ അല്ലേ? അതെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ട്. കുഴപ്പമില്ലാത്ത പൈസ കിട്ടി. എടാ നമ്മൾ ഇപ്രാവശ്യം ഈ പിരിച്ച പൈസ കൊണ്ട് നമുക്ക് ബാബുട്ടൻ എന്തെങ്കിലും ചെയ്തു കൊടുത്തൂടെ? എന്താ നിങ്ങളൊക്കെ ഒരു അഭിപ്രായം? അല്ല അപ്പോൾ ഇപ്രാവശ്യം ഓണാഘോഷം വേണ്ടേ? എന്താ ചെയ്യുക?
നിങ്ങളത് ആലോചിച്ച് നോക്കിയിട്ട് പറയും. അതായിക്കോട്ടെ പ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടി. ബാബുവേട്ടനെ സഹായിക്കുക, അത് നല്ലൊരു പരിപാടിയാണ്. അത് ആലോചിക്കാവുന്ന കേസാണ്, നല്ല പരിപാടിയാണ്. അത് നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും നല്ലൊരു അഭിപ്രായമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തായാലും മൂപ്പരിപ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടിലിരിക്കുന്ന സമയമാണ്. നമുക്ക് മൂപ്പരെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യക്കാരം, അത് പരിഗണിക്കാവുന്നൊരു കാര്യമാണ്. ചെറുക്കന്മാരോടൊക്കെ ഇപ്പം അന്ന് നമ്മൾ മീറ്റിംഗ് കൂടിയപ്പോൾ ഒരു 500 രൂപ തരണമെന്ന് പറഞ്ഞതല്ലേ? കമ്മിറ്റിക്കാർ പിന്നെ അന്ന് കൂടിയപ്പോൾ പറഞ്ഞത് 1000 വെച്ചിട്ട് നമ്മൾ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി എടുക്കാമെന്ന് കമ്മിറ്റിക്കാരും നമ്മൾ പറഞ്ഞ ഇതിലുണ്ടായിരുന്നു. അല്ല, ഇതെല്ലാം പാടെ നമ്മൾ വിചാരിച്ച പോലെ കിട്ടുകയാണെങ്കിൽ ഇതിപ്പോൾ ഏകദേശം നമുക്ക് എത്ര കിട്ടുന്നതാവല്ലേ? നമുക്കിപ്പോൾ ഇനി എഴുതിച്ചത് കിട്ടുക. അതുപോലെ നമ്മൾ ഈ കുട്ടികളോട് പറഞ്ഞത് കമ്മിറ്റിക്കാരെല്ലാവരും 1000 വെച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 56,000 57,000 രൂപ വരെയൊക്കെ വരാൻ സാധ്യത ഉണ്ട് ടോട്ടല്. അത് വെച്ചിട്ടിപ്പോൾ നമുക്ക് ബാബുവേട്ടന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുക? ഈ പിരിച്ച പൈസ നമുക്ക് ബാബുവേട്ടന് പൈസ ആയിട്ടാണ് കൊടുത്താലോ? മൂപ്പരുടെ ഇപ്പോഴത്തെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്യാവോ? എന്താ അഭിപ്രായം? അയാൾക്കൊരു സ്ഥിര വരുമാനമാകണ ഒരു പരിപാടി, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. മൂപ്പർക്കൊരു കച്ചവടം നടത്താൻ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്താലോ? ഏതായാലും എല്ലാവരും അവനവൻ്റെ വൈക്കൊന്ന് അന്വേഷിച്ച് നോക്കി മൂപ്പർക്ക് എന്താണ് ഇപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ഒരു സ്ഥിര വരുമാനമുള്ള എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് മൂപ്പർക്ക് ഒരു ഓട്ടോറിക്ഷ വാങ്ങി കൊടുത്താലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിലേ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അയാൾ ഈ ഓട്ടോറിക്ഷ സെക്കൻഡ് ഹാൻഡ് വണ്ടി കച്ചവടമാണ്. അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് അന്വേഷിക്കാം. ഓട്ടോ ആണെങ്കിൽ നമുക്ക് നാസറാക്കാനോട് ചോദിച്ചിട്ട് തീരുമാനിക്കാൻ നല്ലത്. നമുക്ക് നാസറാക്കാനോട് ഇപ്പം തന്നെ ചോദിച്ചാലോ? എന്നാൽ പോയിട്ട് വേഗിച്ചണ്ട. അല്ല, ഇനിയിപ്പോൾ ചെന്നിട്ട് ഇപ്പോൾ നാസറാക്ക അവിടെ ഉണ്ടോന്നാവോ? മൂപ്പരുണ്ടല്ലോ അവിടെ, സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടല്ലോ. ആ, എന്താണ് എല്ലാവരും പാടെ? കയറി ഇങ്ങോട്ട് കയറി, എല്ലാവരും ഉണ്ടല്ലോ, അങ്ങോട്ട് കയറി. ഞങ്ങളേ കടയിൽ പോയിരുന്നു. അപ്പൊ കട അടച്ചിക്കണം. അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന ഇതിന് പോകും. ആയിക്കോട്ടെ, അങ്ങോട്ട് കയറി. ഞാൻ ഇപ്പോൾ പോന്നിട്ടുള്ളൂ അവിടുന്ന്. സമയമല്ലേ, ഉച്ചയല്ലേ, വർഷത്തിൻ്റെ സമയം എപ്പോഴും പോകുന്നതാണ്. ഇരിക്കി ഇല്ലോടത്തൊക്കെ ഇരിക്കും. അല്ല, എന്നിട്ട് പറയിപ്പോ എന്താ എല്ലാവരും ഇവിടെ പോകുന്നതിൻ്റെ കാര്യം പറയും. ഞങ്ങളിപ്പോ നമ്മൾ ഈ ഓണാഘോഷത്തിന് പിരിച്ച പൈസ കൊണ്ട് നമ്മളെ ബാബുവേട്ടന് ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്താലോ എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കൂടി കേട്ടിട്ട് തീരുമാനം എടുക്കാൻ ഇതിനാണ് പോകുന്നത്. വളരെ നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. സുഖമില്ലാതെ എടുക്കലോ പോട്ടെ. അപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോൾ എന്താ ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഏറ്റവും നല്ല കാര്യക്കാരം ഇപ്പോൾ. അപ്പോൾ ഏകദേശം ഒരു 10,000-60,000 രൂപയോളം നമ്മൾ പിരിച്ചത് ഉണ്ടാവും. ഒക്കെ പാടെ എല്ലാവർക്കും എഴുതിച്ചൊക്കെ കിട്ടുകയാണെങ്കിൽ അത്ര ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാവൂല, കുറച്ചുകൂടി പൈസ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അതിനിപ്പോൾ ഒരു മാർഗ്ഗം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ നമ്മൾ നാട്ടുകാരോടും എല്ലാവരുടെ അടുത്തും പിരിക്കേണ്ടി വരും. അതേപോലെ ഇപ്പോൾ നമുക്ക് പ്രവാസികളെയൊക്കെ ഇവരൊക്കെ അറിയിച്ചും കണ്ടി. ഇപ്പോൾ ബാബുവിൻ്റെ കാര്യമാകുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇത്രയും ഐക്യത്തിലൊക്കെ പോകുന്നൊരു നാടാകുമ്പോൾ എല്ലാവരോടും വിവരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സഹായിക്കാതിരിക്കില്ല അല്ലേ? നമ്മൾ വിവരങ്ങൾ പറയേണ്ടി വരും. എല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ ഇതിപ്പോൾ മനുഷ്യൻ്റെ കാര്യമാണ്, ആർക്കും എന്താ സംഭവിക്കുക ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ നല്ല കാര്യത്തിന് ഇറങ്ങിയിട്ട് ഒന്നും പരാജയപ്പെട്ടിട്ടില്ല. ഒരിക്കലും ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങുന്നത്. അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഇതിൻ്റെ വിവരങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്തായാലും സഹായിക്കും. അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യാൻ പറയണം. അപ്പോൾ അങ്ങനെ എല്ലാവരും അവനവൻ്റെ കഴിവിൻ്റെ പരമാവധി സഹായിക്കട്ടെ, അത്ര തന്നെ ഉള്ളൂ. നല്ല കാര്യമാണ്, ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ലൊരു കാര്യം. കാരണം സുഖമില്ലാത്ത ബാബുവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് വിജയിക്കുന്നില്ല. ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളോടും കൂടി സംസാരിച്ചിട്ട് തീരുമാനിക്കാതെ ഇറങ്ങി പോകുന്നതാണ്. അതെ, നല്ല കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുകൊണ്ടാണ് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്, നല്ല കാര്യം. അല്ല നാസറാക്ക, നമ്മളിപ്പോൾ ഈ ബാബുവേട്ടന് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്താലേ മൂപ്പർക്ക് അത് ഓടിക്കാൻ വയ്ക്കുമെന്നുള്ള ഒരു അഭിപ്രായം മൂപ്പരോട് ചോദിക്കണ്ടേ? ബാബുവേ പണ്ടൊക്കെ വണ്ടിയുമ്പോൾ പോയിരുന്നു. ഞാനും ഓനൊക്കെ ഓട്ടോറിക്ഷ ഓടിയുന്ന ആൾക്കാരനാണല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഞാനിങ്ങനെ കടമക്കും തിരിഞ്ഞു. ഓനിവിടെ കൽപ്പണിക്കും അങ്ങനെ കല്ലിൻ്റെ പണിക്കും ഇതിനൊക്കെ ആയിട്ട് അങ്ങനെ പോയത് തുടങ്ങിയത്. വണ്ടി ഓടിച്ച ആൾ തന്നെയാണ്, വണ്ടി ഓടിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ അപകടം പറ്റിയപ്പോൾ അന്ന് ഇവിടെ ഇങ്ങനെ അഭിപ്രായമൊക്കെ ആയിട്ട് ചോദിച്ചിരുന്നു എന്നോട്, ഇങ്ങനെ ഒരു കളക്ഷന് കളക്ഷൻ ഓടാൻ പറ്റിയ വണ്ടി കിട്ടുമോ അങ്ങനെയൊക്കെ ഒരു അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഇതെന്തായാലും ഉറപ്പിക്കാം. അത് പറ്റുമേ. അത് നല്ല കാര്യമാണ്. വണ്ടി ഓട്ടും. ഞാനും ഓനൊക്കെ ഒപ്പം വണ്ടി പോയി ആൾക്കാരാണല്ലോ. വണ്ടി ഓട്ടുന്ന ആളല്ലേ. നോക്കാം നമുക്ക് അല്ലേ? ആയിക്കോട്ടെ, നോക്കാം. എന്നാലേ ഇത് ഞാൻ ചങ്ങായിൻ്റെ അടുത്ത് നല്ല വണ്ടി ഉണ്ടാവും എന്നല്ല പറഞ്ഞാൽ ഓനൊന്ന് വിളിച്ചിട്ട് ഇപ്പം തന്നെ നല്ല ഉണ്ടോ എന്ന് ചോദിച്ച്
ഉണ്ടെങ്കിൽ പോയിട്ട് അതിൻ്റെ ഏർപ്പാട് എന്താ വെച്ചാൽ ചെയ്യാം. ഇത് എമൗണ്ട് ഒക്കെ ഒന്ന് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറയാം. നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യത്തിനാണ്. അപ്പോൾ അത് അതിൻ്റെ ബാക്കി എമൗണ്ട് കൂടി നമ്മൾ ഉണ്ടാക്കണ്ടേ, അത് നോക്കിയിട്ട് പറയാം. ഓക്കെ. നമ്മളിപ്പോൾ 67,000 റുപ്യ നമ്മൾ പിരിച്ചത് കിട്ടി. നമ്മൾ ഓണാഘോഷത്തിന് പിരിച്ചത് 67,000 കിട്ടി. 2,000 റുപ്യ നമ്മൾ നാസറാക്ക പിന്നെയും തന്നു അയക്ക്. പിന്നെ നമ്മൾ മാനാക്കൊരു 5,000 തന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ എത്രയാണ് കുറവ് വരുന്നത് വെച്ചാൽ അത് നമ്മൾ പ്രവാസി സുഹൃത്തുക്കൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെൻഷനില്ല, നമ്മൾ നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയിട്ട് അത് നടന്നു. പിന്നെ ജാഫർ ആ വണ്ടിയായിട്ടുണ്ട് വരുന്നുണ്ട്, കച്ചവടക്കാരനായിട്ട് വണ്ടിയായിട്ടുണ്ട് വരുന്നുണ്ട്. പിന്നെ നാസറാക്കാണ്ട് കണ്ട് ഇറങ്ങാൻ പറഞ്ഞിരിക്കണു. നമുക്കാണ് ബാബേട്ടനോട് പോയാലും ഇപ്പം എത്തും. നമുക്ക് അവിടെ ഇറക്കുക. ഓലിപ്പോഴും പോന്നിക്കണു, ഇപ്പം എത്തും. എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളൊരു കച്ചവട രീതി കാണാതെ വലിയ ലാഭം എടുക്കാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു വിഷയങ്ങൾ പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. വണ്ടിൻ്റെ എല്ലാ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. എന്തായാലും ജാഫർ പറഞ്ഞു നിങ്ങൾ നല്ല ഉത്തരവാദിത്തം ചെയ്തു കൊടുക്കുന്ന ആളാണെന്ന്. അതുകൊണ്ട് നമ്മൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ച്. നമ്മളെ ബാബറിന്റെ കാര്യം എല്ലാവരും നാസർക്കാ നിങ്ങൾ തന്നെ കൊടുക്കും. നിങ്ങൾ ചെങ്ങന്മാർ തമ്മിൽ ചെയ്യും. നിങ്ങൾ കൊടുത്താൽ മതി. ആവട്ടെ.